നമസ്കാരം. ദീപാലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കാലുമടക്കി അടിക്കാനത്തെ എങ്ങനെ ലോക്ക് ചെയ്ത് പ്രതികരിക്കുക എന്നാണ്. അത് കാലുമടക്കി പതിരൊക്കെ അടിക്കുക. പൊതുവേ ഇങ്ങനെ ഒരുപാട് ചവിട്ട് ഇടി അടിയെല്ലാം ഒരുപാട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇത് വ്യത്യസ്തമായി നമ്മൾ കാലുമടക്കി വയറിന് അടിക്കാൻ നേരത്തെ പതിരൊക്കെ അടിക്കാൻ നേരത്തെ എങ്ങനെ ലോക്ക് ചെയ്ത് താഴെ കളയുക, പിന്നെ ശത്രുവിനെ അകറ്റുക. ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന അതാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയിലേക്ക് വളരെ ശ്രദ്ധിച്ച് നോക്കാം. ഞാൻ എന്താണ് ചെയ്യണത്, എങ്ങനെയാണ് ലോക്ക് ചെയ്യണമെന്ന്. ലോക്ക് ചെയ്യാന്നത് നമ്മളൊരു കത്രിയെ പൂട്ടാം. മുട്ടിൻ്റെ മേളിലായിട്ട് ഒരു കത്രിയെ പൂട്ടിട്ടാണ് നമ്മളിത് ആളെ മറിച്ചിരിക്കുന്നത്. ആദ്യം കാണിച്ചു തരാം. പതിരക്കടിച്ച് അതെ, ബ്ലോക്ക് ഇതാണ്. ഇത് ഇട്ടോണേ വീഴും. അപ്പം നമ്മൾ എന്നാലും പോരാ, ഇച്ചിരി കരുത്തുള്ളവരെ ഇച്ചിരി നമ്മൾ ശ്രമിക്കണം. വേറെ രീതി കാലിൻ്റെ ബാലൻസ് കൂടെ കളഞ്ഞ് തറയിൽ ആക്കണം. അപ്പോൾ അത് രണ്ടാമത്തെ ശ്രദ്ധിച്ച് അടിച്ചേ. ഇതല്ല ഇവിടെ. അപ്പോൾ കാല് തട്ടിക്കളയും. അതുകൂടെ ശ്രദ്ധിക്കണം. ഒന്ന് ഞാൻ ആദ്യമേ ചെയ്തത് എങ്ങനെയാണ് കാല് മടക്കി അടിക്കാതെ ലോക്ക് ചെയ്യണമെന്നാണ്. അടിച്ചേ 1 ലോക്ക്. തിരിച്ച് നമ്മൾ ഈ കാലെടുത്ത് നേരെ അടിച്ച് താഴെ. എന്നിട്ട് നിർത്തിയിട്ടില്ല. എന്നിട്ട് നമ്മൾ പക്കിനൊരു ചവിട്ട് വെച്ച് കൊടുക്കും. എന്നിട്ട് കാല് മടക്കി കിടക്കും. എന്നിട്ട് നമ്മൾ നിർത്തിയില്ല, കിടക്കുന്ന ആളുടെ ചെവിക്കല്ലൊരടി. ഇതാണ് നമ്മളിന്ന് പഠിപ്പിക്കാൻ പോകണം ടെക്നിക്ക്. ഇത് ശ്രദ്ധിച്ചോണം, പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാം. നമ്മൾ ഈ ആദ്യത്തെ ടെക്നിക്ക് തന്നെ ശത്രു മലക്കും. പിന്നെ വേണമെങ്കിൽ മറ്റുള്ള വിദ്യയോടെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യാൻ നേരത്തെ ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, എങ്ങനെയാണ് ഇത് പഠിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ അടിച്ചേ കയറി ഇടത് കയറി കണ്ട അടിച്ചേ ലോക്ക് ചെയ്യും. എന്നിട്ട് ഇവിടെ നിന്ന് അടിക്കാൻ ശ്രമിച്ചേ. ഇവിടെ നിന്ന് അടിക്കാൻ നോക്കണം, കൈയും കാലും എല്ലാം പുറത്ത് നിൽക്കണം. അപ്പം നോക്കണം, അല്ലെങ്കിൽ ഇത് സംശയം പറയാതിരിക്കാൻ വേണ്ടി അടിച്ചേ ചവിട്ടിയെടുത്ത് ആളെ എഴുന്നേക്കത്തില്ല. എഴുന്നേക്കാൻ ശ്രമിച്ചു. എന്നിട്ട് നമ്മളത് വേഷം കെട്ട് കാണിക്കാത്ത ഒരടി കൂടെ അടിക്കും. അപ്പോൾ എവിടെയാണ് അടിക്കണം? കർണം പൊത്തി അടിക്കണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. നമ്മൾ ചെയ്യാൻ നേരത്തെ തീർത്ത് ചെയ്യണം. അതിന് നമ്മൾ പഠിച്ച വിദ്യ ഏതാണെന്ന് വെച്ചാൽ വടക്കൻ കളരിയിലെ അറപ്പക്കൈ വിദ്യ. അപ്പോൾ അത്ര സാധനം അതിൽ ചേരുന്നു. പിന്നീട് ഒരു സാധനം ശത്രു നിവർന്ന് നിന്ന് നമ്മളൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ശ്രദ്ധിച്ചോണം. വീണ്ടും നിങ്ങളിത് പഠിക്കാൻ നേരത്ത് പ്രൊസൈഡ് വന്ന് നോക്കണം. റെഡി സ്റ്റാർട്ട് 1 ലോക്ക്. നോക്കണം, ലോക്ക് അടിച്ച് ദേ ചവിട്ടി മടക്കിയെടുത്തിട്ട് ഓരെങ്കിലാണ് ഒരടി വേണ്ട. അപ്പോൾ അത്ര സാധനം ചെയ്ത് വെക്കണം. ഇത് നിങ്ങൾ സ്ലോയിൽ എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ നോക്കണം. ലോക്ക് ഇവിടെ അടിച്ച് പടലിക്ക് കൈക്ക് ഇത് വേണ്ട, ഇത് അടിച്ച് ഇത് ലോക്കാം. ഇതല്ല കത്രിയ ലോക്കാം. സെയിം ഇത് ലോക്കിയിട്ട് ഇത് എടുത്ത് നമ്മളെ വെള്ളത്ത് കുത്തിക്കുക, മുട്ടയിൽ അടുപ്പിക്കും. ഈ സാധനം കൈക്ക് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. കാലിന് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കാലിനും കൈക്ക് ഒരു വിദ്യ തന്നെ ചെയ്യാം. ശ്രമിക്കണം. ഒന്നുകൂടെ സ്ലോയിൽ റെഡി 1 ലോക്ക്. നോക്കിയാൽ നാട്ടിത്തടല എന്ന് പറയുമ്പോൾ നോക്കണം, തട നോക്കണം. അതെ, റെഡി 1 ലോക്ക് ക്യാച്ച് ചെയ്തിട്ട് നേരെ മുട്ട് മടക്കിനടിക്കാതെ വീഴുന്നത്. എന്നിട്ട് നമ്മുടെ ഇത് ഒരു ചവിട്ട്, എന്നിട്ട് മടക്കിയെടുത്ത് കാലുകൾ. എന്നിട്ട് തീർന്നിട്ടില്ല, ചടി. അപ്പോൾ ഇതോടെ ശരീരത്തെ ബാലൻസ് നഷ്ടപ്പെടും. ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ചവിട്ടിന് നമ്മുടെ കേടാവും. നമ്മൾ അടിച്ച് തല്ലിയാൽ താഴെ ഇടുന്ന. ഇപ്പം നമ്മൾ മറിച്ച് താഴെ തലയൊക്കെ പരിക്ക് പറ്റാം. അപ്പം അങ്ങനെയൊന്നും ഇടാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ചന്തി കുത്തിയാണ് ഇടിക്കുന്നത്, മൂട് കുത്തിച്ചാണ് ഇടണം. ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. റെഡി 1 ലോക്ക്. എന്നിട്ട് ഇവിടുന്ന് ഈ കാലേന്ന് വിടരുത്. ഈ കാലേന്ന് വിടാതെ എടുത്ത് ചവിട്ടി ലോക്കാക്കി നമുക്ക് കൈ എടുത്താലും ആളെ എഴുന്നേക്കാൻ ശ്രമിക്കത്തില്ല. എന്താണ് ഈ ലോക്ക്? നമ്മുടെ ഈ ലിഗമെൻ്റ് ഇത് കംപ്ലൈൻ്റ് ആയിക്കളെ ഒന്നുകൂടെ ഞെക്കിയത് പൊട്ടിപ്പോവും. അപ്പോൾ അതൊന്നും നമ്മൾ ഇപ്പോൾ ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ മുഖത്തൊരടി കളയുന്നു. കണ്ടല്ലോ, വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് പഠിക്കാൻ നേരത്തെ ഒരുപാട് പ്രാവശ്യം ആളെ വീഴ്ത്താതെ തന്നെ ഇത് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്തടിച്ചാലും ശരി കാലിൻ്റെ ബാലൻസ് കളയണം. നിലത്ത് നിന്നാലാണ് അഭ്യാസം വീണ്ടും ചെയ്യാൻ പറ്റുന്നത്. അപ്പം നിലത്ത് നിർത്താതെ ഇരിക്കാനാണ് അഭ്യാസം പഠിക്കുന്നത്. ഫൗണ്ടേഷൻ കളയുക. അപ്പോൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ ഇതേപോലത്തെ തന്നെ ഒരുപാട് ടെക്നിക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതൊരു ലോക്കും അറ്റാക്കും കൂടെയാണ്, പ്രയോഗം കൂടെയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ സിമ്പിളായിട്ട് ഒരു സാധനം കൊണ്ടടിക്കാം. കാല് മടക്കടിച്ച്
കണ്ടല്ലോ. നമുക്ക് അടുത്ത കാല് പൊങ്ങാൻ നേരത്ത് ഒറ്റക്കാലല്ലേ ശത്രു നിൽക്കുന്ന, അടിച്ചേ ആൾ വീഴും. അപ്പം നമ്മളിവിടെ അത് കവർ ചെയ്യണമെന്നില്ല. ഒരേ കാല് പൊക്കി കൈ കയറി അടിച്ചേ, അപ്പോഴും നമ്മളെ കാല് അടിച്ച് മടക്കും. ഇതിന് നമ്മൾ കൗണ്ടറുണ്ട്, കാല് മടക്കി കടിക്കാം. അപ്പം ഇതെല്ലാം ഓർത്താണ്. ഒരു കാല് പൊങ്ങാൻ നേരത്ത് മറ്റേ കാല് നിലത്ത് ഉറച്ചിട്ടുണ്ടെങ്കിൽ ആ കാല് തട്ടിക്കളയുന്നതാണ് അഭ്യാസത്തിൻ്റെ ഭാഗം. ശ്രദ്ധിച്ചോണം. അത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നുകൂടെ ഈ സ്ലോയിൽ എങ്ങനെയാണ് പഠിക്കണതെന്ന് ഒരു കളരി കുറച്ച് നാളെ പോയിട്ടുള്ളവർ ഇച്ചിരി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കാരണമാണ് ഞാൻ സ്ലോയിൽ തന്നെയും പിന്നെ ഇത് കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത് ക്ലിയർ ചെയ്യാണ്. ശ്രദ്ധിക്കണം. കാല് മടക്കി അടിച്ച് ബ്ലോക്ക്. ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇതാ കണ്ടോ, ഇത്രയും സ്ഥലത്ത് അടിച്ചേ, ഇത്രയും സ്ഥലത്ത് ഈ ബ്ലോക്ക് കവർ ചെയ്യണം. അല്ലാതെ ഇങ്ങനെ വെക്കരുത്, ഇവിടം വരെ കവർ ചെയ്യണം. കവർ ചെയ്തിട്ട് ക്യാച്ച്. എന്നിട്ട് ഇത് നമ്മളിത് ഇവിടെ കൈ നോക്കി കൈ അമുക്കി കൊടുക്കണം. മുട്ടിന് മേളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ശ്രദ്ധിച്ചോ, ഇങ്ങനെ മാറി ഒന്നുകൂടെ നോക്കിയാൽ ഡേ 1 ബ്ലോക്ക്. കണ്ടോ, അവിടെ നിന്ന് കൈ ഓങ്ങിക്കേ. കൈ ഓങ്ങാൻ നേരത്ത് തന്നെ നമ്മൾ താഴെ ഇടും. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ കാലിന് തല്ലുന്നത്. അടിച്ച് 1. ഇത് കണ്ട ഇവിടുന്ന് അടിച്ച് താഴെ ഇടുക, മടക്കി ദേ ഇവിടുന്ന് ഇത് കുത്തി മടക്കിയിട്ട് ചവിട്ടി ലോക്ക് ചെയ്തിട്ട് നമ്മൾ വീണെങ്കിൽ പോലെ ഇത്രയും സാധനം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതിന് നല്ലൊരു അഭ്യാസമാണ്. അത് നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ ഒരു ആരോഗ്യമുള്ള ഒരാളെ, ആരോഗ്യം കുറഞ്ഞല്ല നമ്മളേലും ആരോഗ്യമുള്ള ഒരാളെ ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ ശ്രദ്ധിച്ചോ. റെഡി 1 ബ്ലോക്ക്. ഇത് കാലിൻ്റെ മടക്കിനാണ് ഈ കാല് വരുന്നത്. ഇത് കാലിൻ്റെ മടക്കിന്. എന്നിട്ട് ഞാൻ ചവിട്ടുന്ന സ്ഥലം നോക്കിയേ, പക്ക് അസ്ഥി ഉരുക്കി എന്നിട്ട് കുത്തി വിടുക. എന്നിട്ടാണ് ഞാൻ കറം കുറ്റിക്കിട്ട് അടിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് പേര് കരാട്ടക്കാരും എന്നെ വിളിക്കുന്നുണ്ട്. അവരും ഇങ്ങനെയുള്ള അഭ്യാസം പഠിക്കാൻ താല്പര്യമുണ്ട്. കുറച്ച് പേര് വിളിക്കുന്നുണ്ട്, ഈ ഇടയ്ക്ക് വരും എന്നൊക്കെ പണ്ട് വിളിക്കുന്നത്. വരുന്നത് സന്തോഷം. എന്താണ് നമുക്ക് കളരിയിൽ എന്ത് വിദ്യയാണ് പഠിക്കാൻ താല്പര്യമെന്ന് ആര് ചോദിച്ചാലും ആര് വന്നാലും ശരി നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ പൂർണ്ണത, അതിൻ്റെ കൃത്യത അല്ല കള്ളത്തരമില്ല, കൃത്യത കാണിച്ചു കൊടുക്കും. അതായിരിക്കും എന്നെ വിളിക്കുന്നത്. ഞാനിങ്ങനെ മാക്സിമം ഇതിലെന്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാതെ തെറ്റാണ്. അവിടെ തിരുത്താനുണ്ടെങ്കിൽ തിരുത്തും, അല്ലെങ്കിൽ അത് ക്ലിയറായിട്ട് ആ വിദ്യയിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. അങ്ങനെയാണ്. ഇതൊരു മർമ്മപ്രയോഗം കൂടെയാണ്. മർമ്മപ്രയോഗം എവിടെയാണെന്ന് വെച്ചാൽ അസ്ഥി ഉരുക്കി ഒരു സ്ഥാനമാണ് ഇത് കൃത്യമായിട്ട് കാണിക്കുന്നത്. ആ സ്ഥാനം ഇത് ഞാൻ കാണിച്ചു തരാം. അടിച്ചേ, ദേ കൈക്കടിച്ചേ, ഇത് അസ്ഥി ഉരുക്കി ഇവിടെയാണ് നമ്മൾ ചവിട്ടി പിടിപ്പിക്കണം. ഈ കാലിൻ്റെ ഉപ്പൂരിക്ക് കിടന്നേ, ഈ കിടക്കുന്നത് നമ്മൾ നിലത്തിട്ടിട്ട് ചവിട്ടണം. അസ്ഥി ഉരുക്കി പൂണൂലെന്ന് പറയും. ഇങ്ങനെ പൂണൂല് ആ സ്ഥാനമാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. അതായത് ഈ വിദ്യയിൽ അതാണ് കൃത്യമായ ഒരു സ്ഥാനം. അപ്പം നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. വീണ്ടും അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്കാരം.